ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് കണ്ടല്ലോ, എന്തായാലും അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ. ഒരു തുള്ളി എണ്ണ ഓയിലോ ഒന്നും വേണ്ടതിനും നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നതും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടു കൂടി വയറ് നിറയെ കഴിക്കുകയും ചെയ്യും. ഇതുണ്ടാക്കി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഫ്രഷ് ചോറ് എടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോറ് 1 കപ്പ് 1.5 കപ്പ് ചോറൊക്കെ എടുത്തോളി. അതിലേക്ക് ഞാൻ ലേശം നല്ല ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും ഒരു സവാളൻ്റെ പകുതിയും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് മിക്സിഡ് ജാർ എടുത്തുകാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഇങ്ങോട്ട് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെള്ളം ഒരുപാട് കൂടണ്ട കേട്ടോ. എന്നാലും കുറച്ചൊരു ലൂസായി നിന്നോട്ടെ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇതാണ്. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്നൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് വെക്കുക. അപ്പം നല്ല തിക്കായിട്ട് നിൽക്കാൻ അരിണില്ല എന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടായാൽ തന്നെ ഈ ഒരു 1.5 ഗ്ലാസ് ചോറ് നമുക്ക് നല്ലോണം അരച്ചെടുക്കട്ടോ. പിന്നെ വെള്ളം കുറച്ചൊന്ന് കൂടി അരച്ചുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഏതായാലും ചെറിയ ജാറുണ്ടാവുമല്ലോ, മിക്സിൻ്റെ ചെറിയ ജാറൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തോളി. എന്നാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും ചെയ്യും. ഇത്ര വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഏതായാലും ഞാൻ അത് അരച്ചതിൻ്റെ ശേഷം ഒരു ചട്ടിക്ക് ഒഴിച്ചെടുത്തിക്കണേ. ചട്ടിയിലോ പാത്രത്തിലോ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ള പാത്രം അതിൽ ഒഴിച്ചെടുത്തോളി കേട്ടോ. ഏതായാലും മക്കളെ, നിങ്ങളിത് ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഇതുണ്ടാക്കാൻ വലിയൊരു ബുദ്ധിമുട്ടോ കാര്യമൊന്നുമില്ലാനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ വാഴയിലയിലാണ് കേട്ടോ. വാഴയിലൊക്കെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്തില്ലെങ്കിൽ അയലക്കത്തെ വീട്ടിൽ നിന്നൊരു 2 വാഴൻ്റെ ഇല എടുക്കട്ടെ എന്ന് പറഞ്ഞാലൊക്കെ എല്ലാവരും സമ്മതിക്കും. അപ്പോൾ വാഴൻ്റെ ഇല നിങ്ങൾ ഒരു 5-6 ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 5-6 ഇല എടുത്തോളി. പിന്നെ എന്താ വെച്ചാൽ നല്ലോണം മൂത്ത ഇല നോക്കി എടുത്താൽ വേഗം പൊട്ടാൻ സാധ്യത ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ വാട്ടണം എന്തിനാണെന്ന് വെച്ചാൽ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ച് മൂത്ത ഇലാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇല നമ്മൾ നല്ലോണം കഴുകണം കേട്ടോ. കഴുകും വേണം. പിന്നെ അതിൽ ഈ മാറാലുണ്ടാവും. മാറാല നമ്മളിവിടെ പറയില്ല, അതിന് മാറാമ്പില എറൂലി എന്നൊക്കെയാണ്. അപ്പോൾ ആ ചെറിയ എറൂലി ഉണ്ടാവുമല്ലോ, 8 കാലിൻ്റെ കുട്ടികൾ, അതൊക്കെ കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം തുടച്ച് കളഞ്ഞ് നല്ലോണം ഒന്ന് കഴുകിയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഒന്ന് തുടക്കുക കേട്ടോ. ഒരു നല്ല കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാൻ പ്രശ്നമാണ്, നേരിട്ട് കൊണ്ടുപോയി വെക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തിരികല്ലൊക്കെ വെച്ച് ചൂടാക്കിയിട്ട് ഈ ഇലകളൊക്കെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഗ്യാസ് സ്റ്റൗവിൽ നേരിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുകാണ്ട് ഇതിങ്ങനെ വേഗം ചൂടായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഇതായി കിട്ടും, വാടി കിട്ടും. പക്ഷെ വാട്ടാതിരുന്നുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമുക്കിത് നിറച്ചിട്ട് ഒടിച്ച് പിരിച്ചാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒടിച്ച് പിരിക്കണ സമയത്തൊക്കെ വേഗം വാഴയിലല്ലേ പെട്ടെന്ന് പൊട്ടും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി എടുക്കട്ടോ, ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഇല വാട്ടലൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രത്തോളം രുചി കൂടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ശർക്കരയിലാണ് കേട്ടോ. ശർക്കരയിൽ ചെയ്യുമ്പോഴാണ് ഇത് ഒന്നും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുണ്ടാവുകയും ചെയ്യുക. പിന്നെ ശർക്കര എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. ഇനിയിപ്പോൾ ഒരു മധുരം കഴിക്കാൻ പാടില്ലാത്തവർക്ക് പോലും ഇഷ്ടത്തിന് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, വീട്ടിൽ നമ്മളിത് ഉണ്ടാക്കി തിന്നുക. ചില പ്രായമായ ആളുകൾക്ക് ഇത് കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും, മധുരം കഴിക്കാൻ പറ്റൂല, എണ്ണ കഴിക്കാൻ പറ്റൂല ഒക്കെ ആകുമ്പോൾ ഇതുണ്ടാക്കിയാൽ എന്താ പറയുക, ശർക്കര വെച്ചൊക്കെ ഇതുണ്ടാക്കിയാൽ നമ്മൾ കഴിക്കണ പോലെ തന്നെ ഓൽക്കും ഓല ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഒരുപാട് കഴിച്ചില്ലെങ്കിലും ഓല പൂതിക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഏതായാലും പഞ്ചസാരയിൽ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. പഞ്ചസാരയിൽ ചെയ്താൽ രസക്കുറവുണ്ടായിട്ട് പറയല്ല, രസമൊക്കെ തന്നെയാണ്. പക്ഷേ പഞ്ചസാര ചെയ്യുമ്പം എല്ലാവർക്കും അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. മധുരം പറ്റാത്തവർക്കൊന്നും പഞ്ചസാര തീരുന്നോടാൻ പറ്റുമല്ലോ. പക്ഷേ ശർക്കര കുറച്ചൊക്കെ കഴിക്കാമല്ലോ. പിന്നെ ശർക്കര ഒരു രീതി നോക്കുകയാണെങ്കിൽ ഒരുപാട് മരുന്നൊക്കെ ഉപയോഗിക്കുന്ന സംഭവം കൂടെയാണ്. അപ്പോൾ ശർക്കര നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഒരു തേങ്ങയ്ക്ക് 2 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. നല്ല പാകം മധുരം തന്നെ ഉണ്ടാവുക. എന്താ വെച്ചാൽ നല്ല നീളമുള്ള ശർക്കരയുണ്ട്, നീളമുള്ള ആണിയാണ്. ചില ആണി വലിയൊരു നീളം ഉണ്ടാവില്ല, വലിയൊരു കട്ടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ 3 എടുത്തോളി. ഞാനിപ്പോൾ ഇത് 2 എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശർക്കര എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ശർക്കരനെ നോക്കിയിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കരടും കുറുമ്പും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ശർക്കര നമുക്ക് എന്തായാലും ഒന്ന് മെൽറ്റാക്കിയിട്ട് ശർക്കര പാനി ആക്കിയിട്ടൊന്ന് ഉരുക്കി എന്ത് ചെയ്യുക, ഒന്ന് അരിച്ച് നോക്കുമ്പോൾ കാണാം അതിൽ എത്രത്തോളം കരടുണ്ട് കുറുമ്പുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ശർക്കരയിൽ കുറച്ച് അയക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇതിനെടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ശർക്കര നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ നല്ല ശർക്കര കിട്ടും. അപ്പോൾ അത് എടുക്കട്ടോ. ഇതിപ്പോൾ അതുപോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ പീൽ ചെയ്തെടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ രണ്ടും ഇതുപോലെ പീൽ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ചോറിൽ നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നല്ല ജീരകത്തിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കുക. രുചി ഇഷ്ടമുള്ളവരാണോ മസ്റ്റായിട്ടും അവർ നല്ല ജീരകം ചേർക്കണം കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ വലിയ ഉള്ളി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി 2-3 എടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. എന്തായാലും ഉള്ളിയും നല്ല ജീരകവും ഒരിക്കലും ഒഴിവാക്കരുത്. ചോറ് മാത്രം അരച്ചെടുക്കല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. പക്ഷേ മൈദപ്പൊടി ഒരിക്കലും നിങ്ങളിതിന് യൂസ് ആക്കരുത് കേട്ടോ. മൈദപ്പൊടി യൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടെക്സ്ചർ കിട്ടൂല. പിന്നെ അത് എന്തായാലും നമ്മൾ ആവിയിലൊക്കെ വേവിക്കുമ്പോൾ ഒരിക്കലും അത് യോജിക്കുന്ന പരിപാടിയല്ല കേട്ടോ. മൈദ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പലഹാരങ്ങൾക്കൊക്കെ മൈദ നല്ലതാണെങ്കിലും നമുക്ക് ആരോഗ്യകരമായിട്ട് ഒരുപാട് ബാക്കിലാണ് മൈദൻ്റെ കാര്യം. ഗോതമ്പ് പൊടിയാണ് ഏറ്റവും നല്ലത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, പരിപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. 2 ഗ്ലാസ് ചോറുക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾക്കിത് ഇങ്ങനെ ലൂസായിട്ടല്ല വേണ്ടത്. അപ്പോൾ നല്ല ലൂസായിട്ടാകുമ്പോൾ ഒരുപാട് പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, വാഴയില നല്ലോണം വാടി വെച്ചത് ഒരു തുള്ളി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൈയൊന്ന് നനയ്ക്കുക. കൈ നനച്ചിട്ട് ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ വാരിയിട്ട് നല്ല ലൂസാണ് കേട്ടോ, നല്ല ലൂസായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ടെൻഷനും ആവണ്ട. ഇത്ര ലൂസായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്ക് വേണ്ടത്. ഈ കയ്യൊന്ന് നനക്കണ എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ വാരിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. പക്ഷെ നമ്മൾ കൈ ആദ്യം നനച്ചിട്ട് നമ്മൾ ഈ ഒരു മാവ് ഇങ്ങനെ വാരിയെടുത്താൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല മട്ടത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും. അപ്പോൾ ഒന്ന് ഇവിടെ പരത്തിയെടുത്തിട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഫില്ലിങ് വെച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ലേശ അവലൊക്കെ ചേർത്ത് കൊടുക്കുക, വേണമെങ്കിൽ എന്തെങ്കിലും നട്സുകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെറും തേങ്ങയും ശർക്കരയും മാത്രമായിട്ട് ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ രണ്ടാമത്തേത് ഇതുപോലെ ഇങ്ങനെ നമുക്കൊരു എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇലകളും എടുക്കുക. അതുപോലെ തന്നെ ചോറ് കുറച്ച് നമ്മൾ വീട്ടിലിപ്പോൾ കുറച്ച് കൂടുതൽ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെയും പൊടിൻ്റെയും അളവ് കൂട്ടിക്കോളിട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചോറ് അരക്കണ സമയത്ത് ഇതിക്ക് ലേശം അരച്ചിങ്ങനെ കുഴക്കണ സമയത്ത് ഇതിക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു മാവക്ക് വേണ്ട സാധാരണ നമ്മളൊരു പത്തിരിക്ക് ചേർക്കണം അതേ ഉപ്പ് ഈ ഒരു പൊടിക്ക് വേണം കേട്ടോ. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്ത ഉള്ളിലല്ലേ നമ്മൾ മധുരമുള്ള ഫില്ലിങ് വെക്കണുള്ളൂ. പിന്നെ ഫില്ലിങ്ങിൽ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. നല്ല വേഗം പരന്നൊക്കെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ സ്പൂൺ തന്നെ വേണമെന്നൊന്നുമില്ല, കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയാലും മതി. പക്ഷേ ചിലവർക്കൊക്കെ ഭയങ്കര മടിയാണ് അല്ലേ ഈ കൈമേൽ ഈ പൊടിയൊക്കെ ആക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്പൂൺ കൊണ്ട് കാണിക്കണത്. അപ്പോൾ ഏതായാലും ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഒന്നും കൂടെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്നും മടക്കിയിട്ട് പിന്നെ ഒന്നിങ്ങനെ 2 സൈഡ് ഇതുപോലെ കോണാകൃതി മടക്കുന്നത് എങ്ങനെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ ഇലയിലും ഇങ്ങനെ പരത്തി വെക്കുക, അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അതിങ്ങനെ കൊഴിഞ്ഞ് പോയിക്കോട്ടെ, നമ്മൾ കെട്ടിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ആവി കയറ്റാൻ വേണ്ടി നിൽക്കുമല്ലോ, ആ ഒരു സമയത്ത് ഇത് കറക്റ്റിൽ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഇഡ്ഡലിച്ചെമ്പിലാണ് ആവി കയറ്റണത്. ആ ഇഡ്ഡലിച്ചെമ്പിൽ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നൂൽപുട്ടിൻ്റെ ഇത് വെക്കുമല്ലോ ആ ഒരു തട്ട്. അപ്പോൾ അതുപോലെ ആ ഒരു തട്ടിൽ ഇങ്ങനെ ഈ 2 വീതം ഇങ്ങനെ വെച്ചെടുത്തിന് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, ഇങ്ങനെ മൂന്നാമത്തെ ഓരോ തട്ടിലും 2 വെച്ചിക്കണേ. പിന്നെ മുകളിലത്തെ തട്ടിൽ ഒന്ന് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം കത്തിക്കുക. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു അട ഉഷാറായിട്ട് വെന്ത് നല്ല കറക്റ്റ്
കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. വലിയൊരു പണിയോ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒരു അട വാങ്ങുകയാണെങ്കിൽ ഭയങ്കര വിലയാണ് കേട്ടോ. പക്ഷെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റോളം 20-25 മിനിറ്റോളമൊക്കെ അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേവിച്ചോളൂ. ഒരുപാട് വേവാനൊന്നുമില്ല, ചോറൊക്കെ വെന്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും, ചിലവരൊക്കെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കലില്ല, അങ്ങനെ വെക്കാണ് വെച്ചോളൂ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് പിന്നെ എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതാ 10 മിനിറ്റായി, രണ്ടും കൂടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തുറക്കുകയാണ് കേട്ടോ. തുറക്കുമ്പോൾ നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് എടുക്കട്ടെ, കാരണം നല്ലോണം അമ്പിച്ച് മൂടീനി. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ആവിയൊക്കെ പുറത്തൊക്കെ ഇത് വേഗം പണിയാവേണ്ട വിചാരിച്ചിട്ട് നല്ലോണം മൂടിയതാണ്. അപ്പോൾ ഇത് മൂടിയപ്പോൾ ഇത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. തുറന്നിട്ടി. അപ്പോൾ ഏത് പാത്രത്തിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ഇഡ്ഡലി ചെമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ചിലവരടുത്ത് ഇങ്ങനെ സ്റ്റീം ചെയ്യാനായിട്ട് വേറെ പാത്രം ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് ഇറക്കി വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു നല്ല ജീരകവും വല്യുള്ളിയും കൂടി കൂട്ടി അരച്ച ഒരു ചോറും പിന്നെ ഒരു പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു വെറൈറ്റി മണം ഉണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. പോരാത്തിന് ഇതിങ്ങനെ എടുക്കുമ്പോൾ അതിനൊക്കെ മനസ്സിലാവും ഇത് എന്തൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് ഒന്നൊറ്റൊന്ന് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ പിന്നെ വീണ്ടും വീണ്ടും ഭയങ്കര ഇഷ്ടമാണ്. കരഞ്ഞ് ഉണ്ടമ്മാന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ പിന്നെ ഓൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാമല്ലോ. പിന്നെ നമുക്കും ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ. അപ്പോഴൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലേക്കൊക്കെ ഇനിയിപ്പോൾ ഒരു കറി ഉണ്ടാക്കാനോ ഒന്നിനും നിൽക്കണ്ട, നമുക്ക് വേഗം ഇതുണ്ടാക്കും ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിലേക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റും. പക്ഷെ കുട്ടികൾക്കൊക്കെ ഇത് സ്കൂൾക്ക് കൊടുത്തയച്ചാൽ എന്താണ് കുഴപ്പമെന്ന് അറിയാം, കുട്ടികളുടെ കൂടെ കുട്ടികളുണ്ടാവും. കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്ത് കഴിക്കണതല്ലേ. 4-5 കുട്ടികളൊക്കെ കൂട്ടം കൂടി 8-10 കുട്ടികളൊക്കെ കൂട്ടം കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ളിയൊപ്പിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ സ്കൂൾക്കൊന്നും ഇത് കൊടുത്തയക്കാതെ ആയിരിക്കും നന്നാവുക. അല്ലെങ്കിൽ സ്കൂൾക്ക് നമ്മൾ നല്ല സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തയക്കണേ കുറച്ച് കൂടുതൽ കൊടുത്തയക്കേണ്ടി വരും. എല്ലാ കുട്ടികൾക്കും കൊടുക്കുമ്പോൾ അത് നമ്മളെ കൊണ്ടുപോയി വിട്ടേക്കരെ കിട്ടൂല, മറ്റുള്ളവരുടെ തികയുമില്ല. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല സ്കൂൾക്കൊന്നും കൊടുത്തയക്കാതിരിക്കാൻ കൊണ്ടുപോയാൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും കൂടി കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുത്തയച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ്. നല്ലൊരു മണം എന്ന് വെച്ചാൽ അല്ലെങ്കിലേ നമുക്ക് ഈ ചോറ് വെക്കണ അരി കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇതാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ചോറ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അധികം രസമാണ്. സാധാരണ അരിപ്പൊടി മാത്രം വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ഇട്ടത്. പിന്നെ ചോറൊക്കെ ഒരുപാട് ബാക്കിയാകുമ്പോൾ പിന്നെയും ചോറ് ചോറ്റിക്ക് തന്നെ പിന്നെ ഇട്ട് ഊറ്റിയെടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ, അരിപ്പൊടി ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഇതുപോലുള്ള കടികൾ ഉണ്ടാക്കി കഴിക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങളാരും ഇതുവരെയും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവിടെ പോയിട്ട് കണ്ടോളി. അതല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് കൊടുത്തിങ്ങോട്ട് പോരിട്ടോ. നമ്മളെ പേജിന് ലൈക്കില്ല, ഇവിടെ അടുത്ത് തുടങ്ങിയതാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലാണ് ഇപ്പോൾ കാണുന്നത് വീഡിയോ. അപ്പോൾ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയതാണ് കേട്ടോ. നമ്മളെ യൂട്യൂബിലെ ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞത്, എന്താണ് നമ്മൾ ഇപ്പോൾ ചിലകളൊക്കെ പറയുന്നുണ്ട് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണാറ്, അതുകൊണ്ട് ഫേസ്ബുക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളൊക്കെ പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരി. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമാവും, ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഈ തേങ്ങയും ശർക്കരയും ചേർന്നാൽ തന്നെ എന്തൊരു വെറൈറ്റി ടേസ്റ്റാണ്. അതൊക്കെ നമ്മുടെ മാവാണെങ്കിലോ കുറച്ച് നല്ല ജീരകവും ഉള്ളിയൊക്കെ അരച്ചൊരു മാവും. അപ്പോൾ പിന്നെ പുറം ഭാഗത്ത് അരിൻ്റെ ഒരു പത്തിരിക്കും ഭയങ്കര ഒരു വെറൈറ്റി രുചിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിനും നല്ല രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഋതുവിൻ്റെ ഫ്രണ്ട്സ് ഓളെ കൂടെ എന്തോ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പം ഇതുണ്ടാക്കിയപ്പോൾ അവൾക്ക് കൊടുത്തതാണ്. ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവൾക്ക്.
നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യേ. പിന്നെ നിങ്ങളെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ വൈകുന്നേരത്തിനൊക്കെ കൊടുക്കണ ഒരുപാട് കുട്ടികൾക്കൊരു സന്തോഷം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് പൂട്ടൊക്കെ വരുമല്ലേ, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.